ഓക്കെ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് 50 രൂപ സ്പോൺസർ ചെയ്യുന്നു, പ്രൈസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ പ്രൈസ് മണിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് അറിയാനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുക. അതിനകത്ത് ആളുടെ പേരും വിവരമൊന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ എനിവേ, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോയിൽ കമൻ്റ് ഇട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് അവരുടെ പോർട്രൈറ്റ് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ കാണുന്ന ഇതൊക്കെയാണ് എക്സാമ്പിൾസ് പോർട്രൈറ്റിൻ്റെ. അപ്പോൾ കമൻ്റ് ഇടുക, ഏറ്റവും കൂടുതൽ ലൈക്ക് ഒപ്പിക്കുക. ആ ഭാഗ്യവതി ആരാണെന്ന് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത എപ്പിസോഡിലോട്ട് തുടങ്ങാം. സ്റ്റാർട്ട്. Narcotics is a dirty business. ഓക്കെ, ഇന്ന് നമ്മളൊരു പോക്കിമാൻ ക്യാരക്ടറാണ് വരയ്ക്കാൻ പോകുന്നത്. പോക്കിമോൻ ക്യാരക്ടർ. പണ്ട് കൊച്ചിലെ പോഗോ ടി വി കാർട്ടൂൺ നെറ്റ്വർക്കറിൽ നമ്മൾ പോക്കിമാൻ കാണുമായിരുന്നു. സോ എനിവേ, അതിലൊരു ക്യാരക്ടറിനെയാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. കാർട്ടൂണിഷാണ്. സോ കൊച്ചു കുട്ടികൾക്കും കൊച്ചു വലിയ മാതാപിതാക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. സോ ആസ് യൂഷ്വൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഔട്ട്ലൈൻ വരയ്ക്കുക. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം കളറിങ്ങിലോട്ട്. ഇതൊരു വലിയ ഫേമസ് ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് വരയ്ക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയതുകൊണ്ട് വരയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആരാ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പം മെസ്സേജ് അയക്കല്ലേ എന്ന് പറഞ്ഞാൽ അയച്ചുകൊണ്ടിരിക്കും പിള്ളേർ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു തല ആദ്യം വരയ്ക്കുന്നു. അതിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഇതുപോലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഷേപ്പാണ്. ആ കണ്ണ് ഒരിക്കലും അതിൻ്റെ ലെവൽ മാറിപ്പോയിരിക്കും. ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കറക്റ്റ് അതിൻ്റെ എൻഡിലും മറ്റേ എൻഡിലുമായിട്ട് 2 കണ്ണ് വരയ്ക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ണിൻ്റെ ലെവൽ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ വാ നല്ല കീറി നീണ്ടു കിടക്കുന്നൊരു വായാണ്. സോ ആ വാ കൂടെ ഞാനിങ്ങനെ നീട്ടി വരക്കുന്നു. പിന്നെ ഇതിൻ്റെ മുതുകിലായിട്ട് എന്തുണ്ട്? ഉള്ളി കണക്കൊരു സാധനമുണ്ട് അല്ലേ? സവാള പോലൊരു സാധനം കൂടെ ഇരിപ്പുണ്ട്. സവാളയാണോ കോളിഫ്ലവർ ആണോ ക്യാബേജ് ആണോ എന്നൊന്നും അറിയത്തില്ല. പച്ച കളറൊരു സാധനമാണ്. ഫ്രീസറിൻ്റെ മുകളിലാണ്. ശരി, ഞാൻ കാണിച്ചു തന്ന ആ ഓരോ ഷേപ്പ് 1, ഷേപ്പ് 2, ഷേപ്പ് 3, അങ്ങനെ ആ 3 ഷേപ്പ് മെമ്മറൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു തലയൊട്ടി വരയ്ക്കാൻ പറ്റും. പിന്നെ ബാക്കി ബോഡി ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ഇനി നമ്മൾ എന്താണ് മെയിൻ സ്റ്റെപ്പ്? കളറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒറ്റ ഷെയ്ഡല്ല കൊടുക്കുന്നത്. അതിൽ ലൈറ്റ് ഷെയ്ഡുണ്ട്, മീഡിയം ഷെയ്ഡുണ്ട്, ഡാർക്ക് ഷെയ്ഡുണ്ട്. അതായത് പച്ച എടുത്താൽ തന്നെ പച്ചയിൽ ലൈറ്റ് പച്ചയുണ്ട്, ഡാർക്ക് പച്ചയുണ്ട്. മനസ്സിലായില്ലേ? ലൈറ്റ് വീഴുന്നതും ഷാഡോ വീഴുന്നതും. അങ്ങനെയാണ് നമ്മൾ കളറിങ്ങിലേക്ക് പോകുന്നത്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരേണ്ട കാര്യമില്ല. കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ കളറിങ് പ്രോസസ്സിലായിട്ട് നമ്മൾ കടക്കുന്നു. അവിടെ അല്ല.
എൻ്റെ വീഡിയോ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഡ്രോയിങ് ട്യൂട്ടോറിയലുകൾ ബോറടിക്കുന്ന ആൾക്കാർ എൻ്റെ ഷോർട്സുകൾ പോയി കാണാം. യൂട്യൂബ് ഷോർട്സ് ഞാൻ ഒരുപാട് ഇടാറുണ്ട്. അതിനകത്ത് അത് കണ്ട് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചിരിക്കാറുണ്ട്. ഞാൻ മാത്രമേ ചിരിക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടാത്തവർ അത് ഇഷ്ടപ്പെടുക, അത് ഇഷ്ടപ്പെടാത്തവർ ഇത് വന്ന് കാണുക, ഇതൊന്നും ഇഷ്ടപ്പെടാത്തവർ വേറെ വല്ലതും പോയി കാണുക. എനിവേ, ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത പുതിയൊരു സാധനം കൂടെ വരയ്ക്കാം. എനിവേ, ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, ഇത്തവണത്തെ എപ്പിസോഡിൻ്റെ താഴെ കമൻ്റ് ഇടുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് പോർട്രേറ്റ് വരച്ചു കൊടുക്കുന്നതായിരിക്കും. റിമെമ്പർ. അതുവരേക്കും വീണ്ടും വണക്കം. വാഴുക. Narcotics is a dirty business.